എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരി. Bonappetit ഹരി എന്ന നമ്മുടെ ചാനലിലെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പുളി മിഠായിയുടെ റെസിപ്പിയാണ്. അതായത് പഴയകാല നൊസ്റ്റാൾജി ആയിട്ടുള്ള സംഭവമാണ് ഈ പുളി മിഠായി എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പം ജെല്ലി പരുവത്തിലും, അതായത് സ്പൂണിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പൊതിഞ്ഞ പരുവത്തിലും പുളി മിഠായിൽ ഒരു പരുവത്തിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഇന്ന് വീട്ടിൽ പുളി മിഠായി ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിൻ്റെ തൊട്ടപ്പുറത്താണെന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് റെസിപ്പീസിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ തരാനായിട്ട്. ഒത്തിരി പേര് ഒത്തിരി റെസിപ്പീസൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ വൈകാതെ എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. പുളി മിഠായി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 2.5 കപ്പോളം ശർക്കര വേണം. ഇനി ഒരു സോസ് പാൻ എടുക്കുക. നോൺ സ്റ്റിക്ക് സോസ് പാൻ എടുത്തതിന് ശേഷം ആ 2.5 കപ്പ് ശർക്കര നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വെക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് വാളംപുളിയാണ്. വാളംപുളി നമ്മൾ കുരു കളഞ്ഞാണ് എടുക്കേണ്ടത്. ഒരു 100-120 ഗ്രാം എടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഈ ഒരു വാളംപുളി എടുത്ത് മാറ്റാം. ഈ മിക്സർ ജാറിൽ നിന്ന് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതായത് ശരിക്കും ഒരു പേസ്റ്റ് പോലെ പരുവത്തിൽ വന്നാലേ ആ ഒരു ശർക്കരയിൽ നമുക്കിട്ട് അലിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ നല്ലൊരു പരുവത്തിൽ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ ശർക്കര ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഏകദേശം ഒരു ഗ്ലാസോളം വെള്ളം നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അത്യാവശ്യം ശർക്കരയൊക്കെ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് പയ്യെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് ഇളക്കുമ്പോഴത്തേക്കും നിർത്താതെ ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആ ശർക്കരയ്ക്ക് ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കണം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വാളംപുളിയുടെ മിക്സർ ചേർത്ത് കൊടുക്കാനായിട്ട്. ആ ഒരു ശർക്കരയൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു പുളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പുളിയൊക്കെ നന്നായിട്ടൊന്ന് ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പുളിയൊക്കെ മിക്സിയിൽ നന്നായിട്ട് അരച്ചതുകൊണ്ട് ഈ ഒരു ശർക്കര പാനിയിലേക്ക് അത്യാവശ്യം നല്ലൊരു പരുവത്തിൽ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു പുളി ശർക്കരയിലോട്ട് ഇളക്കുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും. അതിനുശേഷം നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അത്യാവശ്യം ഒരു മധുരം കിട്ടാൻ വേണ്ടി. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതായത് ആ ഒരു മുളക് പൊടിയും ഉപ്പും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇളകി വരുന്ന പരുവം വരെ. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സർ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു 2-3 മിനിറ്റിന് ശേഷം അതിനുശേഷം 1 ടീസ്പൂൺ ജീരകപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ശർക്കര പാനി അത്യാവശ്യം ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുക. അത്യാവശ്യം ഒരു ടാർ ഉരിക്കിയ പരുവം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ സ്പാച്ചില എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. കാരണം ഒട്ടിപ്പിടിക്കാൻ ഭയങ്കര സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതെ വരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നിർത്താം. അത്യാവശ്യം നല്ലൊരു പരുവം കിട്ടിയിട്ടുണ്ട്, ഒട്ടുന്ന പരുവം കിട്ടിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടായിരിക്കും, കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമുക്കൊരു തണുക്കാൻ വേണ്ടി ഒരു 15-20 മിനിറ്റ് വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഈ മിക്സർ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഒരു കപ്പിൽ ഇച്ചിരി വെള്ളം എടുത്തതിന് ശേഷം അതിനകത്ത് കൈ മുക്കുക. അതിനുശേഷം നമുക്ക് ഈ മിക്സറിൽ പിടിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മിക്സർ ആ ഒരു പുളിമിഠായിയുടെ ഷേപ്പിൽ ഉരുട്ടണം. അതിനായിട്ട് കുറച്ച് കയ്യിൽ എടുത്തതിന് ശേഷം നമുക്ക് പയ്യെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ, ചെറിയ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിവിടെ പുളിമിഠായിയുടെ ആ ഒരു ഷേപ്പിൽ ചെറുതായിട്ട് ഉരുട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ പുളിമിഠായിയുടെ ആ ഒരു സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിക്കിലേക്ക് നമുക്ക് ഈ ഒരു പുളിമിഠായി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്റ്റിക്കിലേക്ക് നമുക്ക് ഈ പുളിമിഠായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് അത്യാവശ്യം ആ ഒരു പുളിമിഠായി ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ പുളിമിഠായി, ആദ്യത്തെ പുളിമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി ഉള്ള പുളിമിഠായും ഇതേപോലൊരു പ്രോസസ്സിൽ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3-4 ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പരുവത്തിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ പുളി മിഠായി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു 1, 2, 3, 5 ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഒരു പണ്ടത്തെ കാല നൊസ്റ്റു ആയിട്ടുള്ളൊരു സാധനമാണ് പുളി മിഠായി. എന്തായാലും നമുക്കിവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ആ ഒരു ഷേപ്പൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കറക്റ്റ് ഒരു വട്ടത്തിൽ തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ പരത്തണം. ഇപ്പം പരത്തിൻ്റെ ചെറിയൊരു പോരായ്മ വന്നുകൊണ്ടാണ് ആ ഒരു വട്ട ഷേപ്പൊന്നും വരാത്തത്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം പുളി ഉണ്ടെന്ന്, അതായത് എന്താണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒടുക്കത്തെ പുളി നമ്മൾ പണ്ട് കഴിച്ച പോലല്ല, ശരിക്കും
ഒരു നമ്മൾ മുളക് പൊടി ഇട്ടുകൊണ്ട് ചെറിയൊരു എരിവും ഇച്ചിരി പുളിയും നല്ല മധുരവും ഒക്കെ ആയിട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട്. മിഠായി കഴിക്കുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. അതായത് ആ ഒരു പുളി മിഠായി കഴിക്കുന്ന ഒരു ഫീലുണ്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും. എന്തായാലും സംഭവമുള്ള. അപ്പം പഴയകാല ഒരു നെക്സ്റ്റ് നമുക്ക് ഒന്നിപ്പോൾ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാം. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും പുളിമിഠായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിലായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.